വേപ്പ് മരം വീടിനടുത്ത് ആവശ്യമുണ്ടോ? അപൂർവ ഔഷധങ്ങളുടെ കൂട്ടത്തിലാണ് വേപ്പിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വേപ്പിൻ്റെ ഇലകളെ തലോടി എത്തുന്ന കാറ്റിൽ നിന്നും മനുഷ്യന് കിട്ടുന്നത് അനന്ത ഗുണങ്ങളാണ്. രോഗാണുക്കളെ പൂർണ്ണമായി നശിപ്പിക്കുവാനുള്ള ഈ മരത്തിൻ്റെ ഇലകൾക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും ചിക്കൻ ബോക്സ് തുടങ്ങിയ അസുഖങ്ങൾ പിടിപെട്ട് ശരീരത്തിൽ മുഴകളും പാടുകളും പ്രത്യക്ഷപ്പെടുമ്പോൾ വേപ്പില കൊണ്ട് തലോടുന്നതും വേപ്പ് മരത്തിൻ്റെ തൊലി ചേർത്തുള്ള എണ്ണ തലയിൽ ചൊറി, ചിരങ്ങ് എന്നിവ തടയാനും ഉത്തമമാണ്. ഇതാണ് നമ്മളിപ്പോൾ അത് ആയുർവേദത്തിൻ്റെ കണ്ടെത്തലുകളാണ്. നല്ല സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ കഴിയുന്നത് എപ്പോഴാണ്? ജീവിതത്തിൽ കഷ്ടകാലം വരുമ്പോഴാണ് നല്ല സുഹൃത്തുക്കളെ തിരിച്ചറിയുന്നത്. നല്ല സുഹൃത്ത് കഷ്ടകാലത്തിൽ സൗഹൃദം വെടിയുകയില്ല. യഥാർത്ഥ മിത്രം ആപത്ത് വരുമ്പോൾ യാതൊരു സ്വഭാവ വ്യത്യാസങ്ങളുമില്ലാതെ പഴയതിൽ നിന്ന് അല്പം പോലും ലോഭമില്ലാത്ത വിധം മൈത്രി തുടർന്നുകൊണ്ടിരിക്കും. പണവും പ്രതാപവും വരുമ്പോൾ അതിൽ ഊറ്റം കൊണ്ട് മതിമറക്കാത്തവൻ എന്നും നല്ല സുഹൃത്തായിരിക്കും. കഷ്ടതയിലാണ് സൗഹൃദത്തിൻ്റെ വലിപ്പം അറിയുന്നത്. സുഹൃത്ത് നല്ലവനോ ചീത്തയാളോ എന്നത് അപ്പോഴുള്ള ബന്ധം കണക്കാക്കി നിശ്ചയിക്കാവുന്നതാണ്. മൂദേവിയും ശ്രീദേവിയും ആരിലെല്ലാം കുടികൊള്ളുന്നു? കറുത്ത നിറമുള്ള മൂദേവി പരിശ്രമശീലം ഇല്ലാത്ത അലസരിലും, താമരയിൽ കുടികൊള്ളുന്ന ശ്രീദേവി അലസത ഇല്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന അധ്വാനശീലരിലും കാണപ്പെടുന്നു. ദൈവികവും മാനുഷികവുമായ ശക്തികളാൽ കർമ്മം രൂപം പ്രാപിക്കുന്നു. കർമ്മസിദ്ധി കൈവരിക്കാൻ ദൈവിക പിന്തുണ കൂടിയേ തീരൂ. ദൈവാനുകൂല്യമില്ലെങ്കിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ ഉദ്ദിഷ്ടഫലം കിട്ടുകയില്ല. ബുദ്ധിമാൻ അലസത കൂടാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അവൻ്റെ കർമ്മങ്ങൾ നിഷ്ഫലമാകുന്നില്ല. അലസൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ കൈകെട്ടിയിരിക്കുന്നു. അവൻ്റെ ജീവിതം ദുഃഖത്തിലാഴുന്നു. അതായത് പ്രയത്നശീലരിൽ ധനവും അലസരിൽ ദാരിദ്ര്യവും കുടികൊള്ളുന്നു എന്നാണ് സാരം. പാലാഴി മദനത്തിൽ ആദ്യം ഉത്ഭവിച്ച കറുത്ത നിറം ഉള്ളവൾ മൂദേവിയും പിന്നീട് ഉത്ഭവിച്ച ചുവന്ന നിറം കൊണ്ടവൾ ശ്രീദേവിയുമാണെന്നാണ് പറയുന്നത്. ഇഞ്ചിത്തൈരിനെ 1000 കറിക്ക് സമാനമായി കരുതുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ഏറ്റവും ആദ്യം വിളമ്പേണ്ടതും ഏറ്റവും ഒടുവിൽ ഭുജിക്കേണ്ടതുമായ ഈ വിഭവം വിളമ്പാത്ത സദ്യ ഉണ്ണാതെ എണീറ്റ് പോരണമെന്നുകൂടിയുണ്ട്. കുടലിൻ്റെ ശുദ്ധിക്ക് അത്യുത്തമമാണ് ഇഞ്ചിത്തൈര്. മൂലക്കുരു വരുന്നവർ ഇഞ്ചിത്തൈര് സ്ഥിരമായി കുടിച്ചാൽ രോഗം മാറുന്നു. ഭക്ഷണത്തിലെ പഴകിയവ, അഭക്ഷ്യങ്ങൾ, മസാലകൾ, വേകാത്തവ ഇവയെല്ലാം ദഹിപ്പിക്കാൻ ഇഞ്ചിത്തൈരിന് കഴിയും. ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് എന്നിവ നന്നായി അരച്ച് ഉപ്പ് ചേർത്ത് തൈരിലിട്ട് ഇളക്കിയാണ് ഇതുണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്താൽ നന്നായിരിക്കും.